നമസ്കാരം. പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ നീക്കങ്ങൾ തുടരുന്നതിനിടെ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്ക് ജാമ്യം ലഭിച്ചെങ്കിലും തന്റെ മേൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്ന അധിക്ഷേപങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അതിജീവിത വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സാമൂഹ്യ മാധ്യമ അധിക്ഷേപ കേസിലെ പ്രതിയായ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തത്. ദീപ ജോസഫിന്റെ ഹർജിയിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ അതിജീവിതയുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെച്ച വ്യക്തിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും അവ പുറത്തുവിടുമെന്നും വ്യക്തമാക്കിയുള്ള പോസ്റ്റുകൾ ദീപ ജോസഫ് മുമ്പ് പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റുകൾ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചതോടെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. അതിജീവിതയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ഈ കേസാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. ദീപ ജോസഫിന്റെ റിട്ട് ഹർജിയിലെ കൃത്യമായ ഉള്ളടക്കം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിനൊപ്പം കേസ് രജിസ്റ്റർ ചെയ്ത IPC വകുപ്പുകളുടെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന സൂചനകളുമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിഷയങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായാണ് ഉള്ളതെന്നുമാണ് ദീപ ജോസഫിന്റെ വാദം. ഈ ദീപ ജോസഫിന്റെ ഹർജി ഏകപക്ഷീയമായി കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തന്റെ അവകാശങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത തടസ്സ ഹർജി നൽകിയത്. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണമെന്നും നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രയാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയുടെ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. കേസ് നേരിട്ട് അതിജീവിതയുടെ മാന്യതയും മാനസിക സുരക്ഷയും ബാധിക്കുമെന്ന നിലപാടാണ് ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുകൂലവും പ്രതികൂലവുമായ അനവധി പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ്. മൂർച്ചയേറിയ വാക്കുകളിലൂടെയായിരുന്നു ദീപ ജോസഫിന്റെ പ്രതികരണങ്ങൾ. അമ്പലക്കൊള്ള കഥകളും മറ്റും ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ അനാവശ്യമാണെന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു ദീപ ജോസഫ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഈ പോസ്റ്റുകൾ അതിജീവിതയ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചതായാണ് പരാതി. വലിയ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അതിജീവിതയുടെ മാനസിക സംഘർഷം കണക്കിലെടുത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണമെന്ന പരാതിയും നിയമസഭയിൽ പരിഗണനയിലാണ്. നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റിയാണ് ഈ വിവരം തിങ്കളാഴ്ച പരിഗണിക്കുക. മൂന്നാമത്തെ പരാതിയിൽ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതി എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത്. DK മുരളി MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയത്. നിയമസഭയിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി ആവശ്യപ്പെട്ടത്. നിയമസഭാ അംഗങ്ങൾ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ചട്ടം. പരാതിയും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷം കമ്മിറ്റിക്ക് സ്പീക്കർക്ക് നിർദ്ദേശം നൽകാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ നിയമസഭാ അംഗത്വവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു വശത്ത് സുപ്രീം കോടതിയിൽ സാമൂഹ്യ മാധ്യമ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ശക്തമാകുമ്പോൾ മറുവശത്ത് നിയമസഭയ്ക്കുള്ളിൽ അയോഗ്യതാ നടപടികളും മുന്നേറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന് ക്രിമിനൽ കേസെന്ന പരിധിയും കടന്ന് രാഷ്ട്രീയവും ഭരണഘടനാപരമായ വലിയ ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.